ഇപ്പോൾ റാന്നി എം.എൽ.എ. പഴകുളം മധു ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. റാന്നി രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പ്രതിസന്ധിയിലാണല്ലോ. എന്താണ് താങ്കൾ ഈ അവസരത്തിൽ പറയാനുള്ളത്? സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെ ആണ് അവിടെ? അതീവ ഭയാനകമായ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. 2018 പ്രളയത്തിൽ റാന്നി അപ്പാടെ മുങ്ങിപ്പോയ ഒരു പ്രദേശമാണ്. അതിനെ അനുസ്മരിപ്പിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ റാന്നി എത്തിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയുടെ പ്രധാനപ്പെട്ട ടൗൺ ആയിട്ടുള്ള ഇട്ടിയപ്പാറ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി. കുന്നൂർ മൂവാറ്റുപുഴ റോഡിലേക്കുള്ള ഗതാഗതം നിലച്ചു. റാന്നിയുടെ അത്തിക്കയം, കുരുമ്പംമൂഴി, വടശ്ശേരിക്കര, കോട്ടാങ്ങൽ ഈ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. ധാരാളം ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ബോട്ടുകളുടെ സൗകര്യമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ബോട്ടിന്റെ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട മറ്റ് ജില്ലകളിലെ കളക്ടർമാരുടെ ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ ഇതുവരെ ബോട്ടുകൾ വന്നിട്ടില്ല. ബോട്ടുകൾ വന്നാൽ മാത്രമേ പല വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയൂ. കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തീർത്ത് പെയ്യുകയാണ്. ആ മഴയുടെ ആഘാതം ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കും ആ വെള്ളം ഒഴുകിയതിനു ശേഷം. അപ്പൊ ഇപ്പോൾ ഉള്ള വെള്ളത്തേക്കാൾ ഇവിടെ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോട്ടിന്റെ സർവീസ് വളരെ അത്യാവശ്യമാണ്. ജനങ്ങളാകെ ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ സേവനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം വിളിക്കുന്നത്. ഞങ്ങൾ പരമാവധി അവർക്ക് സഹായം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീ പഴകുളം, ഈ മാറ്റി പാർപ്പിക്കുന്ന ജനങ്ങളില്ലേ, അവരെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റി പാർപ്പിക്കുന്നത്? അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ജില്ലയിൽ? അത് റാന്നി ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആയിട്ടുണ്ട്. ഒന്നുകൂടി ചില പാസ്റ്റർമാരുടെ പ്രയർ ഹാളുകൾ, അതുപോലെ സ്കൂളുകളൊക്കെ അതിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഹാളുകളൊക്കെ ഇവർ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. വരുന്ന മുറയ്ക്ക് ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യും. ഇരുകാലികളെ, പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ അവർ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമ സഹായം കൂടി ആവശ്യമാണ്. ജനങ്ങളെ ഓരോരുത്തരെയും ഓരോ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കാണ്. അവർ ഓരോരുത്തരും വിളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യത്തിൽ വെളുപ്പിന് 4 മണി മുതൽ ഞങ്ങളൊക്കെ ഇവിടെ രക്ഷാദൗത്യത്തിലുണ്ടെങ്കിലും ആ ജനങ്ങളിൽ ഒരു 3/4 പങ്ക് ആൾക്കാർ ഇത് അറിഞ്ഞിരുന്നില്ല. കാരണം ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള പ്രളയമാണല്ലോ. 2018 ഇതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് വലിയ നാശനഷ്ടം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികളെല്ലാം റാന്നിയിലേക്ക് അവരുടെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവരണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ഞാൻ ഒഫീഷ്യലി ഇത്തരം കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടുകളുടെ സേവനം കൂടുതൽ ഇവിടെ ആവശ്യമാണ്. ബോട്ടുകൾ വരണം എന്നാണ് എനിക്ക് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളോട് പറയാനുള്ളത്, ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി ജനങ്ങളിരിക്കണം. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കണം. മൊബൈൽ ഫോണുകളെല്ലാം റീചാർജ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി ചെയ്യണം. ഇത്തരം മുൻകരുതൽ എടുക്കണം. മഴ ടൂറിസം, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മഴ കാണാൻ വേണ്ടി ഇറങ്ങുന്ന ശൈലി ഉപേക്ഷിക്കണം. ശരി, വളരെ നന്ദി ശ്രീ പഴകുളം മധു. അദ്ദേഹം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കൃത്യമായി തന്നെ പാലിക്കണം. ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്സാഹത്തോടെ ജനങ്ങൾ കാണുന്ന പ്രതികരണങ്ങൾ 3:30 കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കയറി 1 മണിക്കൂർ കൊണ്ടാണ് കയറിയത്. എങ്ങോട്ടേക്ക് പോകാനാ? ഞങ്ങളിപ്പോൾ രാത്രിയായി പോണപ്പോഴത്തേന് വെള്ളം പകുതിയായി. പിന്നെ 5:30 കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇല്ല. ഡ്രസ്സ് മാത്രം മുകളിൽ കയറ്റി. എല്ലാവരും സുരക്ഷിതരാണ്, കുറച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും കയറുമെന്ന് വിചാരിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റാഞ്ഞത്. സാധനം കുറച്ചൊക്കെ മേളിൽ കയറ്റി വെച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരോട് ഇപ്പോൾ പങ്കുവച്ചത്.